ദ ഫയർവർക്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശിവകാശിയിലാണ് നമ്മളിപ്പോൾ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിന്ന് രാവിലെ തന്നെ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ വിജയുടെ വീട്ടിലായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ്റെ അമ്മ നല്ല ചൂട് കാപ്പി ഉണ്ടാക്കി തന്നു. അമ്മ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരുപ്പതിയിലായിരുന്നു. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. കട്ടൻ ചായ തണ്ണി ഒത്തി കൊടുക്കാറ്. കട്ടൻ ചായ തണ്ണി ഒത്തി കൊടുക്കുള്ളൂ. അതാണ് ഫേമസ് കട്ടൻ ചായ. അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരുന്ന പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ പുറത്തുനിന്ന് കഴിച്ചത്. ഇതൊരു ചെറിയ ഹോട്ടലാണ്. ഇതെല്ലാം ഇവിടുത്തെ ഒരു നോർമൽ ഹോട്ടലൊക്കെ ഇങ്ങനെയാണ്. ഈ കാണുന്ന മുട്ടയുടെ ഈ ഒരു ഐറ്റമാണ് വളിയൽ എന്ന് പറയും. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. നമ്മുടെ ബുൾസൈൻ്റെ ഉള്ളിൽ കുറേ ഒണിയനൊക്കെ നിറച്ചിട്ടിട്ട് ഉള്ളൊരു സംഭവമാണ്. ഇതിവിടെ വളരെ ഫേമസ് ആണ്. കുറേ കാലത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ വെങ്കായ വട കാണുന്നത്. അങ്ങനെ അവിടുത്തെ ചായ കുടിച്ച് നേരെ നമ്മൾ ഫാക്ടറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഫാക്ടറി. ഈ ഒരു രൂപത്തിലായിരിക്കും ഇവിടെയുള്ള എല്ലാ പടക്ക ഫാക്ടറി ഉണ്ടാവുക. കുറേ മരങ്ങളുണ്ടാവും. നടുക്ക് ചെറിയ 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 ഹട്ടുകളായിരിക്കും. സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കുടിലുകളാണ് ഓരോ സ്ഥലങ്ങളും ഉണ്ടാക്കുന്നത്. വിശാലമായി 5-6 ഏക്കറിൽ കിടക്കുകയാണ് നമ്മുടെ ഈ ഒരു ഫാക്ടറി. ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ ഒന്നെങ്കിൽ ആര്യവേപ്പ് അല്ലെങ്കിൽ പുളി. ഈ 2 മരങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമ്മൾ രാവിലെ തന്നെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയ അതേ ഫാക്ടറിയിൽ തന്നെ നമ്മൾ രാവിലെ എത്തി. പക്ഷേ അധികം രാവിലെ അല്ല, 10-11 മണിയായി. രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഫാക്ടറിയിൽ എങ്ങനെയൊക്കെയാണ് ഈ പടക്കങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് കാണാം. അപ്പോഴേക്കും നമ്മുടെ മണിയണ്ണൻ എത്തി. ആ മുന്നിൽ പോകുന്നതാണ് ഇവിടുത്തെ മാനേജർ. പുള്ളിയാണ് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള പെർമിഷനൊക്കെ മേടിച്ചു തന്നത്. ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്നത് തന്നെ മൾട്ടിപ്പിൾ കെമിക്കൽസ് മിക്സ് ചെയ്തുകൊണ്ടാണ്. ആ പരിപാടി രാവിലെ 7 മണിക്ക് മുന്നേ തന്നെ ഇവിടെ കഴിഞ്ഞു പോകും. അതിനുശേഷം ഈ ഫില്ലിംഗ് ആണ് ബാക്കി ഹോൾ ഡേ നടക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഗുണ്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയാണ്. അഥവാ ബോംബ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയാണ്. ഹെവി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്താണ് ഇതേപോലെയുള്ള ചുറ്റുമതിലുകളൊക്കെ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഗുണ്ടുണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചെറിയ തീപ്പെട്ടി ബോക്സ് പോലത്തെ ബോക്സാണ്. അതിൻ്റെ ഉള്ളിൽ വെടിമരുന്ന് നിറച്ചിട്ട് അതവിടെ ഫില്ല് ചെയ്തിട്ട് വിടുന്നതാണ് ഇവിടുത്തെ പരിപാടി. പുള്ളി തന്നെയാണ് ഇവിടെ കെമിക്കലി മിക്സ് ചെയ്യുന്നതാവും. അതുകൊണ്ട് തന്നെ രാവിലെ വന്നിട്ട് കംപ്ലീറ്റ് കൈകൊണ്ട് തന്നെയാണ് ഫുള്ള് മിക്സ് ചെയ്യുന്നത്. സോ പുള്ളിയുടെ ബോഡിയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, കംപ്ലീറ്റ് വെടിമരുന്നിൽ നിറഞ്ഞിരിക്കുകയാണ്. என் பேர் செல்வராஜ். ரொம்ப நாளாக இந்த வேலை பார்க்குறியா? ஆமாம், ரொம்ப நாளாக பார்க்குறேன். ரொம்ப நாளாக பார்க்குறேன். ஆமாம், அது ஒரு 25 வருஷமாக வேலை பார்க்குறேன். 25 வருஷமா? 25 வருஷம். இங்கே இங்கே வந்து 3 வருஷம் ஆகுது. 3 வருஷம். 25 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക് ഈ കേസിൽ. കണ്ടില്ലേ എന്ത് കൈയടക്കത്തോടുകൂടിയാണ് പുള്ളി ചെയ്യുന്നുള്ള കാര്യം. 40 വർഷമായിട്ട് ഇത് ചെയ്ത് ചേച്ചിമാരടക്കം ഞാൻ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. சோப் போட்டு குளிச்சுக்கிறோம்ல, ஆமாம், அலர்ஜி வராது. இங்கே உள்ள கம்பெனி சோப் போட்டு குளிச்சோம்னா அலர்ஜி வராதுல்ல. குளிச்சுக்கலாம். அது லைப்பாய் ஒன்று இருக்குது, லைப்பாய் போட்டு குளிச்சிட்டோம்னா ஓகே. ഓക്കെ ഗുണ്ടൊക്കെ പേപ്പർ റോപ്സ് ഇട്ടതല്ലേ. അവിടുന്ന് ആ പെട്ടിയിൽ വിടുന്ന ആ ഒരു ഗുണ്ടിൻ്റെ പാക്കറ്റ് ഇവിടെ വീണ്ടും ഒരു പേപ്പർ വെച്ച് റാപ്പ് ചെയ്യാണ്. ഒരു രീതിക്ക് മരുന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ചേച്ചി ശരിക്കും ചെയ്യുന്നുണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. 2 വിരലിൽ ഒരേ സമയത്ത് കയ്യിൽ പശയെടുത്തിട്ട് ഒറ്റ സ്ട്രെച്ചിനാണ് ഇതിൻ്റെ 4 സൈഡിലും ഇത് ഒട്ടിച്ചിട്ട് വിടുന്നത്. அங்கே தான் ஃபில்ம், அங்கே தான் அடைக்கணும் பேப்பர். ஓ சரி. ஃபினிஷிங்லேருந்து பவுடர் கொட்டக்கூடாது. അവിടുന്ന് അത് ഒട്ടിച്ച് വിട്ടതിന് ശേഷം നേരെ വരുന്നത് ഇതിൻ്റെ പുറത്ത് 100 ചുറ്റുന്ന പരിപാടി കാണാൻ വേണ്ടിയാണ്.
ஈரப்பதமாக இருக்கும். மழை பிடிச்ச வேலை. പശയോടെ ചേർത്ത് താ സുട്ടതിലാണ്. കയ്യിൽ നിറയെ പശയെടുത്തിട്ട് ആ പശയോട് കൂടി തന്നെയാണ് ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട്, കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പിലല്ല ചെറിയൊരു ചതുർ ഷേപ്പിലാക്കിയിട്ട് പുള്ളി അങ്ങോട്ട് ഇടുന്നത്. അതിനുശേഷം ആ പശയോട് കൂടി നൂല് ചുറ്റിയിരിക്കുന്നത് കൊണ്ട് ഉണക്കാനിടുകയാണ്. ഈ ഉണക്കാനിട്ടതിന് ശേഷം വേണം കളർ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കൊണ്ട് ഇട്ടതേ ഉള്ളൂ, ശരിക്കും ഉണങ്ങിയിട്ടില്ല. ശരിക്കും ആ പശയൊക്കെ അതിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം കൊണ്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഇത് നന്നായിട്ട് ശരിക്കും ഉണങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ പച്ച കളറിൽ കൊണ്ടുപോയിട്ട് മുക്കിയെടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ട് ഉണക്കും. ഈ പച്ച കളർ ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെ മഞ്ഞയും കറുപ്പും നിറങ്ങൾ മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ കളർന്ന് മുക്കിയതിന് ശേഷം അടുത്ത പരിപാടിയാണ് ഇതിന് തിരിയിടുന്ന പരിപാടി. ഈ കാണുന്ന പോലെയാണ് തിരിയിടുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊരു ആണി വെച്ച് കുത്തി ഇറക്കിയിട്ട് അതിനകത്തേക്ക് തിരി ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. വെടിമരുന്നിൽ മുക്കിയാണ് ഈ തിരി അതിനകത്തേക്ക് തിരികെ വെക്കുന്നത്. ശേഷം അടുത്ത പരിപാടിയാണ് ഈ അമ്മ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ആ റിബൺ ചുറ്റുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇത് പാക്ക് ചെയ്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഈ സെയിം ഗുണ്ട് തന്നെയാണ് പച്ച കളറിൽ മുക്കാതെ ഇതേപോലെ കളർ കടലാസിൽ മുക്കിയിട്ടും നമുക്ക് തരുന്നത്. രണ്ടും സെയിം സാധനമാണ്, കാണാനുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. இதுக்குள்ள வந்து இது கிடையாது, க்ரீன் கலர் வேணாம், இந்த மாதிரி கலரில் ஆனால் எல்லாமே வந்து സെയിം തല ഗുണ്ട്. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് ദ ഫൈനൽ പാക്കറ്റിൽ നമ്മുടെ നാട്ടിലേക്ക് സാധനം വരികയാണ്. ഇനിയാണ് അടുത്ത കൗതുകരമായിട്ടുള്ള വേറെ ഒരു മേക്കിങ്. ഇത് സരസ്വതി ഉണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ ഒരു വീടിപ്പടക്കത്തിൻ്റെ സൈസുള്ള ഒരു പടക്കം ഉണ്ടാവും. അതിനകത്തേക്ക് ഈ സരസ്വതിയുടെ പേപ്പർ റാപ്പ് ചെയ്യുന്നത് കണ്ടില്ലേ, എന്തൊരു പ്രൊഫഷണലിസ്റ്റാണെന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ 5 ഇഞ്ച് സരസ്വതിക്കുള്ളിലിരിക്കുന്ന പടക്കം. ശേഷം അതിൻ്റെ പാക്കിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം പടക്കമൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കാണുന്നത്. இதெல்லாம் பார்க்கும்போதே அது மேலே ஒரு செலவனை வச்சு பண்டல் அடிக்குது. ஓகே ஓகே உள்ள ஒரு அட்டை வச்சு ஓகே QR கோடு. ஆமாம். ஓ எல்லாமே இருக்குல்ல. അങ്ങനെ സരസ്വതി പാക്ക് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ നേരെ കാണാൻ പോകുന്നത് പൂക്കുറ്റി ഉണ്ടാക്കുന്നത് കാണാനാണ്. മത്താപ്പ് എന്ന് പറയുന്ന സംഭവം. നേരെ തന്നെ ചെല്ലുന്നത് ഈ ചേച്ചിയുടെ അടുത്താണ്. ഈ ചേച്ചി ഇരുന്നിട്ട് ഈ ഒരു കോൺ ഷേപ്പ് സംഭവത്തിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ച് റാപ്പ് തന്നെയാണ് കാണുന്നത്. ശേഷം അതിൽ വെടിമരുന്ന് നിറയ്ക്കുന്ന സ്റ്റെപ്പാണ്. ഒരടപ്പ് വെച്ചിട്ട് വെടിമരുന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വിടുകയാണ്.
അടുത്ത സ്റ്റേജായിട്ട് നമ്മൾ കാണുന്നത് ആ മരുന്ന് നിറച്ചതിൻ്റെ അടിയിലൊരു ചേട്ടൻ ചെളി നിറയ്ക്കുന്നതാണ്. ആ മരുന്ന് താഴേക്ക് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കട്ടിയിൽ ഇവിടെ ചെളി നിറയ്ക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇതിൽ തിരി വെക്കുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി ആദ്യം ആ ചെളിയൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ചേച്ചിമാർ ഒരു ട്രെയിലേക്ക് ഈ പൂക്കുറ്റികൾ മുഴുവൻ നിരത്തി വെക്കും. നിരത്തി വെച്ചതിന് ശേഷം ആദ്യം ഒട്ടിച്ച ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ചെറിയൊരു ഓട്ടയിട്ട് അതിനകത്തൊക്കെ വെടിമരുന്ന് മുക്കിയിട്ട് തിരി ഇറക്കി വെക്കുകയാണ്. വീണ്ടും അത് ഉണക്കാൻ വെക്കുകയാണ്. നന്നായി അത് ഉണങ്ങി വന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതിൻ്റെ താഴെ വശത്ത് വീണ്ടും ഒരു സേഫ്റ്റിക്കായിട്ട് ഒരു റെഡ് ടേപ്പ് വീണ്ടും ഒട്ടിക്കുകയാണ്. மற்றதுக்கு டிஷ்யூ போடணும். மேலே ஒரு டிஷ்யூ போடணும். மேலே ஒரு டிஷ்யூ வந்து திரிக்காண்டி பேப்பர் இது வந்து பதம் பதாகம் கவுல் വീണ്ടും ഒന്നുകൂടി ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ലാസ്റ്റ് റാപ്പിംഗ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഷീറ്റ് ഒട്ടിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ MG അടിപ്പൂക്കുറ്റി റെഡി. വീണ്ടും മുളകുണക്കാട്ട പോലെ വിശാലമായി കിടക്കുകയാണ് നമ്മുടെ പൂക്കുറ്റി ഉണങ്ങാനിട്ടത്. നെക്സ്റ്റ് ടൈം ഞാൻ വരും. അങ്ങനെ പൂക്കുറ്റിയും പാക്ക് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് റോക്കറ്റ് അഥവാ വാണം ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയാണ്. இப்படித்தான் வரும். இந்த கழுத்து நெரிக்கும். இது வந்து டீப்பாக வந்துடும். இது நம்ம உடம்புல வர போனீங்கன்னா பார்ப்பீங்க. ஒரு ஊசியை வச்சு கழுத்து நெரிச்சு கொடுப்பாங்க. ஆமாம். இப்போ இதில் வந்து ஒரு கீழே ஆசை இருக்குல்ல, அந்த முள் இருக்குல்ல, இது தாண்டாப்புல முள் நம்ம வெளியே வச்சு ஓட்டை, அந்த ஓட்டை பெருசாக இருந்தால் கீழே வைக்கலாம். கீழே வச்சு ஏன் ஆசை அந்த ஒரு இது வச்சுருக்காருல, அலைமணி பித்தளை, இது கீழேயும் பித்தளை மேலேயும் பித்தளை தான். அதை வச்சு அடிக்கணும். அடித்து மருந்து இருக்கணும் உள்ள. இப்போ குச்சி வச்சு அடிக்கிறாருன்னு நினைக்கிறேன். குச்சி நீங்கள் ഇതിൻ്റെ വെടിമരുന്ന് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നനച്ചിട്ടാണ് ഈ അടിച്ച് കയറ്റുന്നത്. ഒരേ സമയത്ത് താഴെ തുളയിടും, അതേപോലെ തന്നെ മുകളിൽ കൂടെ മരുന്ന് വെച്ച് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഇതൊരു മാജിക് മണ്ണാണെന്നാണ് പുള്ളി പറയുന്നത്. പെട്ടെന്ന് ഉണങ്ങും ഇത്. സാധാരണ മണ്ണ് ഉണങ്ങുന്നതിനെക്കാട്ടും വേഗത്തിൽ ഉണങ്ങുന്നത് ഒരു ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കെമിക്കൽ മണ്ണാണ് ഈ കാണുന്നത്. செம்மண்ணு வண்டல் பூந்து வச்சு இந்த மாதிரி இதெல்லாம் நீங்கள் பண்ணுவாங்க. ശേഷം വീണ്ടും തിരിവെക്കൽ മഹാമഹത്തിലേക്ക് കടക്കുകയാണ്. ഇത് തിരിവെക്കരുതല്ലേ, തിരിവെട്ട് പറ്റ. പിന്നെ 2 പൊട്ടാനുള്ള പടക്കവും വെച്ച് തൊപ്പിയും കൂടി വെച്ച് വിട്ടാൽ നമ്മുടെ റോക്കറ്റിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞു. 2 കൊണ്ടിരിക്കല്ലേ.
അതും എടുത്ത് പുറത്തേക്ക് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്തുകൊണ്ട് ശിവകാശി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം ഫാക്ടറികൾ വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോൺ സ്റ്റോപ്പായിട്ട് വെയിലാണ്, മഴ വളരെ കുറവാണ്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഉണക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഉപകാരം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആ ഒരു കോല് വെക്കുന്നതും കളർ പേപ്പർ റാപ്പ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എമർജൻസി ആയിട്ട് പുറത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് ഒന്നുകൂടി വീണ്ടും ഉണക്കിയെടുക്കുകയാണ്. ഈ ഒരു ഫ്രെയിമിൽ ഇതിൻ്റെ എല്ലാ സ്റ്റേജുകളും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തിരികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കുഴയ്ക്കുന്നതാണ് ഈ കാണുന്നത്. പൊറോട്ട മാവ് കുഴയ്ക്കുന്നത് പോരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതായി കണ്ടില്ലേ, ഇതുപോലുള്ള തിരികളിൽ ഈ വെടിമരുന്ന് മുക്കി ഉണക്കാനിടുന്നതാണ് കാണുന്നത്. ഈ തിരികൾ പല സൈസിൽ പല ആവശ്യങ്ങൾക്കായിട്ട്, ചിലത് മറ്റേ മാലപ്പടക്കത്തിന് വെക്കാൻ വേണ്ടിയിട്ടും പൂക്കുറ്റിയുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കാനൊക്കെ ആയിട്ട് ഈ തിരികൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ചാട്ട എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മൾ കൈ കത്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുന്ന സംഭവമല്ലേ, ആ ഒരു സംഭവമാണിത്. എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരി ആ ഒരു പേപ്പർ റാപ്പ് ചെയ്യുന്നത് കണ്ടില്ലേ. ശേഷം ആ ഐറ്റവും പാക്ക് ചെയ്യാണ്. ഇത് വീണ്ടും ആ നേരത്തെ ഉണ്ടാക്കി വെച്ച തിരി എടുത്തിട്ട് ഒരു വൈറ്റ് ഷീറ്റ് ചുറ്റിയിട്ട് പ്രോപ്പർ ഒരു തിരിയാക്കി മാറ്റി വെക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പല പല പടക്കങ്ങൾക്ക് പല സൈസിലായിട്ട് കട്ട് ചെയ്തിട്ട് തിരിയായിട്ട് യൂസ് ചെയ്യും. വീഡിയോ മൊത്തത്തിലെ ഫുള്ളാവാൻ എന്തിടും കേരളത്താ ഫ്രണ്ട്താ വീഡിയോ കംപ്ലീറ്റ് ആവും, അപ്പടിയേ വരും. അങ്ങനെ അവിടെയുള്ള പടക്ക നിർമ്മാണങ്ങളെ കണ്ട് നമ്മൾ പുറത്തെത്തിയേക്കുമ്പോൾ അവിടെ ഗോഡൗണിൽ സാധനം ഇറക്കുമായിരുന്നു. ഇതാ കണ്ടില്ലേ, പൂക്കുറ്റിയുടെ താഴെ വെക്കാനുള്ള പേപ്പർ ഷീറ്റുകളും സരസ്വതി ചുറ്റാനുള്ള വലിയ ബണ്ടിൽ കണക്കിനാണ് ഷീറ്റ് കൊണ്ടുവിടെ വെച്ചേക്കുന്നത്. സരസ്വതി അല്ല, ശങ്കറും വിജയും മണിയണ്ണനും പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഉള്ളിൽ പോയിട്ട് പിന്നെയും കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ മണിയണ്ണൻ. ഇങ്ങനെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചത്. ഇവിടുത്തെ മെയിൻ മാനേജറാണ്. ഇങ്ങനെയാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത്. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പെർമിഷൻ കിട്ടില്ല കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ വിജയ് വഴി എനിക്ക് പുള്ളിയെ പരിചയപ്പെട്ട് പുള്ളി അതിനുള്ള പെർമിഷൻ എടുത്ത് നമുക്ക് മൊത്തത്തിൽ ചെയ്തു തന്നിരിക്കുകയാണ്. മണിയണ്ണ ரொம்ப നന്ദി. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് കയറാനൊന്നും ആർക്കും പെർമിഷൻ കിട്ടാനില്ല. ഇതേപോലെ പുള്ളിക്കൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയതാണ്. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പൊട്ടിച്ച് കളിക്കുന്ന ഈ ഒരു പടക്കം ഉണ്ടാക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതിന് വിജയനോടും മണിയണ്ണനോടും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തത് വിജയുടെ ഫാമിലേക്ക് പോവാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.